ഹായ് കൂട്ടുകാരെ, ആഷ്ന വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 3 സവോള, ഒരു തക്കാളി, 10-12 ചെറിയുള്ളി, 2 പച്ചമുളക്, 5-6 കഷ്ണം വെളുത്തുള്ളിയുടെ അല്ലിയും വലിയൊരു കഷ്ണം ഇഞ്ചിയുടെ പീസും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിലയും. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. ഇവയെല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മളൊരു പാത്രം ചൂടാവാൻ വെക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായതിന് ശേഷം അരിഞ്ഞു വെച്ച സവോള, ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഉപ്പ് എന്നിവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. നന്നായി വഴന്നു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കണം. സവോള നന്നായി വഴറ്റാൻ മറക്കരുത്. വഴന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായ പൊടികൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ 2 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ മുളക് പൊടിയും, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഈ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. അതിനുശേഷം മാത്രമേ തക്കാളി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. വീട്ടിലെല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പൊടിയുടെ പച്ചമണം എല്ലാം മാറി ചെറുതായി ഒന്നിങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തക്കാളികൾ കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് അതിനെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ 1/2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് ആ അരപ്പൊന്ന് വറ്റണം നന്നായിട്ട്. വറ്റിയതിന് ശേഷം വീണ്ടും നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി വേവിക്കാൻ വെക്കണം. വീണ്ടും ഈ അരപ്പൊന്ന് വെന്ത് വരുന്നവരെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം. അതിനുശേഷം നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ അരപ്പിലെ വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂന്നാമത് വീണ്ടും നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്നുകൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ അടച്ചു വെച്ച് നമുക്ക് വേവിക്കണം. ഈ അരപ്പ് നല്ല വെന്താൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് അരപ്പ് വേവിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളിവിടെ 2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇവിടെ നമ്മുടെ അരപ്പ് വെന്തിട്ടുണ്ട് കേട്ടോ. വേറൊരു പാത്രത്തിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളിപ്പോൾ വേവിച്ച ഈ അരപ്പ് കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് എത്ര വെള്ളമാണോ വേണ്ടത്, നമ്മൾ കറിയാണോ അതോ വറ്റിച്ചാണോ വെക്കുന്നത്, അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം പാകത്തിന് ഒഴിക്കാം. ഞങ്ങൾ ഇന്നത് കുറച്ച് ചാറായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒരു അരമണിക്കൂർ കൂടെ ഒന്ന് വേവാൻ വേണ്ടി നമുക്ക് വെക്കണം. ഈ സമയത്താണ് കേട്ടോ ഞങ്ങൾ ഈ വെള്ളം ചേർക്കുന്ന സമയത്ത് ഒരു 1/2 സ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഞങ്ങൾ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ ആ ഗരം മസാലയുടെ സ്മെല്ല് പോവാതെ നമ്മൾ ആദ്യം തന്നെ ഇടുമ്പോഴേ ആ ഗരം മസാലയുടെ സ്മെല്ല് അധികം നമുക്ക് തോന്നത്തില്ല. അപ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക.
അതിനുശേഷം അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ നന്നായിട്ട് വേവിക്കണം. ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ ഒരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു, ചെറിയുള്ളി മൂപ്പിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.